മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ സ്റ്റോക്ക് ഓപ്പൺ ചെയ്യുന്ന പ്രൈസും അതിൻ്റെ ലോയും ഈക്വൽ ആകുമ്പോഴുള്ള കണ്ടീഷനും, അതുപോലെ ഓപ്പൺ പ്രൈസും സ്റ്റോക്കിൻ്റെ ഹൈ ഈക്വൽ ആകുമ്പോഴുള്ള ഒരു കണ്ടീഷൻസിൽ നമുക്ക് ട്രേഡ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ അതിനെ പറ്റിയാണ് നമ്മൾ ഇപ്പം നോക്കുന്നത്. ഇതൊരു എക്സൽ ഷീറ്റിലാണ് നമ്മൾ ഇത് അനലൈസ് ചെയ്യുന്നത്. അപ്പം എന്തൊക്കെയാണ് നമ്മൾ അതിന് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്കിവിടെ നോക്കാം. അപ്പം ഓപ്പൺ ഹൈ, ഓപ്പൺ ലോ, OHOL അത് ഇൻട്രാഡേയിൽ നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതാണ് നോക്കുന്നത് ഇവിടെ. അപ്പം ഡേ ലോ പ്രൈസിനോട് ഓപ്പൺ പ്രൈസ് ഈക്വലായി വന്നു കഴിയുമ്പോൾ അവിടെ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതായത് ലോയും ഓപ്പണിങ്ങും ഒരേ റേറ്റാണ്. അതായത് ഫർദർ താഴോട്ട് പോയിട്ടില്ല, മുകളിലോട്ട് തന്നെ പോകും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ് നമുക്ക് ഉള്ളത്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെയുള്ള കണ്ടീഷൻ വരുമ്പോൾ അത് ബൈ ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിൽ എത്തിച്ചേരുന്നത്. അതുപോലെ തന്നെ ഓപ്പൺ ചെയ്ത പ്രൈസും സ്റ്റോക്കിൻ്റെ ഹൈയും ഈക്വലായി കഴിഞ്ഞാൽ പിന്നെ ഓപ്പണായി ആ ഹൈ റേറ്റ് വരെ പോയി, അതിന് മുകളിലോട്ട് പോകുന്നില്ല എന്ന് വരുമ്പോൾ അതൊരു സെല്ല് ചെയ്യാനുള്ളൊരു മൂഡിലാണ്. അതായത് ഒരു നെഗറ്റീവ് മൂഡിലാണ്, അല്ലെങ്കിൽ ഒരു ബെയറിഷ് മൂഡിലാണ് സ്റ്റോക്ക് പോകുമെന്നുള്ളൊരു നമുക്ക് വിചാരിക്കാം. അപ്പോൾ അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് ട്രേഡ് ചെയ്യാൻ വേണ്ടിയുള്ള. അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. പിന്നെ ഇതൊരു വളരെ പെട്ടെന്ന് മാർക്കറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞിട്ടൊരു 8 to 10 മിനിറ്റ്സ് നമ്മൾ മോണിറ്റർ ചെയ്തതിന് ശേഷം പെട്ടെന്ന് ഡിസിഷൻ എടുക്കേണ്ട ഒരു എൻട്രി ആൻഡ് എക്സിറ്റ് ചെയ്യുന്നത് വളരെ സൂക്ഷിച്ചും വളരെ ഫാസ്റ്റായിട്ടും ചെയ്യേണ്ട ഒരു സ്ട്രാറ്റജിയാണിത്. ഓപ്പൺ ഹൈ, ഓപ്പൺ ലോ, ഓപ്പൺ ഈസ് ഈക്വൽ ടു ഹൈ എന്നുള്ള കണ്ടീഷനിലും ഓപ്പൺ ഈസ് ഈക്വൽ ടു ലോ എന്നുള്ള കണ്ടീഷനിലും. പിന്നെ ഇതിൽ ഹൈ റിസ്ക് ഉള്ള ഒരു ഇതാണ്, അത് നമുക്ക് സ്റ്റോപ്പ് ലോസ് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. സ്റ്റോപ്പ് ലോസ് ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്ക് ലോസ് വളരെ നന്നായിട്ട് വരാം. പിന്നെ പൊസിഷൻ എടുക്കുന്നതിന് മുമ്പ് നമുക്ക് ഇപ്പോൾ ബൈ ചെയ്യുന്നതിന് മുമ്പായാലും സെല്ല് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇതിൻ്റെ വോളിയം നമ്മൾ നോക്കണം. വളരെ കൂടുതൽ വോളിയത്തോടു കൂടിയാണ് ഈ പ്രൈസിൻ്റെ ആക്ഷൻ, അഥവാ കൂടുകയാണെങ്കിലോ അല്ലെങ്കിൽ കുറയുകയാണെങ്കിലോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നമുക്ക് തീരുമാനിക്കാം ഇത് നമുക്ക് അനുകൂലമായിട്ട് വരുമോ അതോ നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പോകുമോ എന്നുള്ളത് നമുക്ക് അന്നേരം തീരുമാനിക്കാൻ പറ്റും. ഇപ്പോൾ ഒരിക്കൽ കൂടെ പറയുകയാണ്, സ്റ്റോപ്പ് ലോസ് കമ്പൽസറി നമ്മൾ ഒബ്സർവ് ചെയ്യണം. അത് ലോങ് പൊസിഷൻ ആണെങ്കിലും ഷോർട്ട് പൊസിഷനാണ് എടുക്കുന്നതെങ്കിലും സ്റ്റോപ്പ് ലോസ് എടുക്കണം. പിന്നെ നമ്മളിപ്പോൾ ലോങ് എടുത്ത് ഇപ്പോൾ താഴോട്ട് വന്നു കഴിഞ്ഞപ്പോൾ നമുക്കിത് ആവറേജ് ചെയ്ത് കളയാം അങ്ങനെയൊന്നും വിചാരിക്കരുത്. നമുക്കിപ്പോൾ സ്റ്റോപ്പ് ലോസ് ട്രിഗർ ചെയ്യുകയാണെങ്കിൽ അത് പോകട്ടെ, അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പൊസിഷൻ ക്ലോസ് ചെയ്തിട്ട് അപ്പോൾ തന്നെ എക്സിറ്റ് ചെയ്യണം. കിട്ടുന്ന പ്രോഫിറ്റ് എടുത്തിട്ട് ഇറങ്ങണം. കൂടുതൽ ഇതായിട്ട് ക്യാരി ഫോർവേഡ് ചെയ്യാനൊന്നും നോക്കേണ്ട ആവശ്യമില്ല ഈ പൊസിഷൻസ്. ഒരു സ്റ്റോക്കിൻ്റെ ഓപ്പൺ പ്രൈസും ലോയും ഈക്വൽ ആകുന്ന ആ സമയത്ത് അത് മോണിറ്റർ ചെയ്യാൻ നമുക്ക് പറ്റും. ഇപ്പം ഒന്ന് ഈ എക്സൽ ഷീറ്റിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് സിമ്പിൾസ് കാണാം. 52 വീക്സ് ഹൈ ഉണ്ട്, 52 വീക്സ് ലോ ഉണ്ട്, ഓപ്പൺ ചെയ്ത പ്രൈസ് ഉണ്ട്, ഹൈ ആൻഡ് ലോ, പിന്നെ ലാസ്റ്റ് ട്രേഡർ പ്രൈസ് ഉണ്ട്, വോളിയം ഇവിടെ കാണാം. അപ്പം ഓപ്പൺ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ കേസിൽ ഈ ആദ്യത്തെ സ്റ്റോക്കിൻ്റെ കേസിലെടുക്കുകയാണെങ്കിൽ ഓപ്പൺ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഓപ്പൺ റേറ്റും ഈ ലോ റേറ്റും ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഓപ്പൺ ആൻഡ് ലോ ഈക്വലായി വരുന്ന സമയത്ത് അതൊരു ബൈ ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ ലോങ് സിഗ്നൽ ലോങ് വന്നിട്ടുണ്ട്, അതിൻ്റെ പ്രൈസ് എത്ര ഇതിനാണ് നമ്മൾ ബൈ ചെയ്യേണ്ടതെന്നുള്ളതാണ് ഈ കാണിക്കുന്നത്. സ്റ്റോപ്പ് ലോസ് എമൗണ്ട് ഇത് പറഞ്ഞിട്ടുണ്ട് ഇവിടെ. അപ്പം ഇത് നമുക്ക് പ്രോഫിറ്റ് ഏകദേശം 1% ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പം ഇതാണ് ഈ രീതിയിൽ നമുക്ക് ഒരുവിധം ഓപ്പൺ ഈസ് ഈക്വൽ ടു ലോ എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എല്ലാ സ്റ്റോക്കുകളെയും നമുക്ക് ഈ എക്സൽ ഷീറ്റിൽ മോണിറ്റർ ചെയ്യാൻ പറ്റും. പിന്നെ വോളിയത്തിൻ്റെ നമുക്ക് വോളിയം ബേസ്ഡ് കൂടെ നോക്കണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് സോർട്ട് ചെയ്താൽ മതി. ഈ വോളിയം ബേസ്ഡ് സോർട്ട് ചെയ്ത് വെച്ചാൽ മതി. നമുക്ക് ഏറ്റവും കൂടിയ വോളിയം മുകളിൽ വരത്തക്ക രീതിയിൽ അതിന് താഴെ അതിന് കുറഞ്ഞു പോകത്തക്ക രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കാമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ നമുക്കിത് ട്രേഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് റിഫ്രഷ് ചെയ്യണം. ഇതിപ്പം വളരെ ദിവസം മുമ്പുള്ള ഡാറ്റ ആയിരിക്കും. റിഫ്രഷ് ചെയ്ത് നോക്കാം. അപ്പം ഇന്നിപ്പം മാർക്കറ്റില്ലാത്ത ദിവസമാണ്. നമുക്കൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിലെ ഡാറ്റയിലോട്ട് ഇത് അപ്ഡേറ്റ് ആകും. അന്നേരം ഇപ്പം 35 എന്നൊക്കെ വന്നു, അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിലെ ഡാറ്റയാണ് ഇപ്പം അപ്ഡേറ്റ് ആയിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാം. അതുപോലെ തന്നെ
ഓപ്പൺ ഹൈ ആയിരിക്കുന്ന കണ്ടീഷനിൽ അത് വേറൊരു എക്സൽ ഷീറ്റിലാണ് നമ്മൾ ട്രാക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനെ നമ്മൾ സെൽ ചെയ്യാനാണ് നോക്കുന്നത്. അപ്പോൾ സിഗ്നൽസ് എല്ലാം ജനറേറ്റ് ചെയ്തേക്കുന്നത് ഷോർട്ട് എന്ന് പറഞ്ഞാണ്. ഇത് നമുക്ക് ഇപ്പോൾ തന്നെ ഒന്ന് റിഫ്രഷ് ചെയ്യാം. ഇത് ലാസ്റ്റ് ട്രേഡിംഗ് ഡേ, ഇത് ഫ്രൈഡേ ഇന്നിപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് സൺഡേ ആണ്. സൺഡേ ആണ് ഇത് റെക്കോർഡ് ചെയ്യുന്നത്. ഇത് ഫ്രൈഡേയിലെ ഡാറ്റ ആയിരുന്നു. അപ്പോൾ ഇത് റിഫ്രഷ് ചെയ്ത് നമുക്ക് ഇത് ഇവിടെ ഇത് തന്നെയാണ്. സ്റ്റോക്കിൻ്റെ പേര് ഇവിടെ ഉണ്ട്. 52 വീക്സ് ഹൈ, 52 വീക്സ് ലോ ഇവിടെ ഉണ്ട്. ഓപ്പൺ ഹൈ ലോ ഉണ്ട്. ലാസ്റ്റ് ട്രേഡർ പ്രൈസ് ഉണ്ട്. വോളിയം ഇവിടെ കാണിക്കുന്നുണ്ട്. സിഗ്നൽസ് തന്നിട്ടുണ്ട് ഷോർട്ട് ചെയ്യാൻ വേണ്ടി. ഷോർട്ട് ചെയ്യാൻ സിഗ്നൽ വന്നിട്ട് കാര്യം ഓപ്പൺ ഈസ് ഈക്വൽ ടു ഹൈ എന്നുള്ളതാണ് നമ്മളിവിടെ കൊടുത്തേക്കുന്നത് സ്ട്രാറ്റജി. അപ്പോൾ അതിൻ്റെ പ്രൈസ് ഏത് എമൗണ്ടിൽ ഏത് പ്രൈസ് വരുമ്പോഴാണിത് ഷോർട്ട് ചെയ്യേണ്ടതെന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. സ്റ്റോപ്പ് ലോസ് എത്ര ഇടേണ്ടതെന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പം അത് ഇന്നത് കണ്ടിന്യൂ ചെയ്തതിന് ശേഷം നമ്മൾ കവർ ചെയ്തിരുന്നെങ്കിൽ നമുക്ക് 1% കിട്ടും. ചില കേസിലൊക്കെ അത് ലോസും പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് വളരെ സൂക്ഷിച്ചിട്ട് ചെയ്യേണ്ട ഒരു, പ്രത്യേകിച്ചും വോളിയം നന്നായിട്ട് നമുക്ക് നോക്കിയതിന് ശേഷം മാത്രമേ ഇത് ചെയ്യാവൂ. അപ്പോൾ ഇത് ഓപ്പൺ ഈസ് ഈക്വൽ ടു ലോ, ഓപ്പൺ ഈസ് ഈക്വൽ ടു ഹൈ എന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ബാക്കി കുറച്ച് ടൂളുകളുണ്ട്. ഇതെല്ലാം ലൈവ് ഡാറ്റയിലാണ് നമ്മൾ ഈ മോണിറ്റർ ചെയ്യുന്നത്. കുറച്ച് ടൂളുകളുണ്ട്. അതിനുശേഷം നമുക്ക് എൻഡ് ഓഫ് ഡേ ഡാറ്റാസ്, അതായത് ലൈവ് അല്ല, അടുത്ത ദിവസത്തെ ഡാറ്റയിൽ നിന്നുള്ള കുറച്ച് ടൂൾസ് കാണാനുണ്ട്. അപ്പോൾ ഇത് അങ്ങനെ വരുമ്പോൾ സ്ക്രീനേഴ്സ് ഉണ്ട്. ഇപ്പം ടെക്നിക്കൽ ടൂൾസുകളിലോട്ട് പോകാം. ബോളിംഗർ ബാൻഡ്സ് കാണാം, കെറ്റ്നർ, RSI, വില്യം, സ്റ്റൊക്കാസ്റ്റിക്, ഓസം, MACD, ഇങ്ങനെ കുറേ ടൂളുകളുണ്ട്. പിന്നെ സിമ്പിൾ മൂവിങ് ആവറേജുകൾ കൊണ്ടുള്ള 200 ഡേയ്സ് സിമ്പിൾ മൂവിങ് ആവറേജിൽ നിന്ന് നമ്മൾ ബൈ സിഗ്നൽസ് ജനറേറ്റ് ചെയ്യുന്നതുണ്ട്. പിന്നെ മണി ഫ്ലോ ഇൻഡെക്സസ് ഉണ്ട്. ഇത് സിമ്പിൾ മൂവിങ് ആവറേജ് 200 ഡേയ്സിൽ നിന്ന് വന്ന ബൈ വന്നിട്ടുള്ള സ്റ്റോക്കുകൾ, സെല്ല് വന്നിട്ടുള്ള സ്റ്റോക്കുകൾ, ഇതൊക്കെയുണ്ട്. ഇതൊക്കെ അടുത്ത ഒരു ദിവസങ്ങളുള്ള ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് നമുക്കിത് എല്ലാം കാണാം.